everyone, welcome to Jupiter Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂവർ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ യൂറോപ്പ് ഓൺ ദി വേൾഡ് മാപ്പ് അഥവാ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സെക്കൻഡ് സെറ്റ് ആണ് ഈ ചാപ്റ്റർ. അതിന് പുറമെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ അത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഇങ്ങനെ എത്ര ചാപ്റ്റർ പഠിക്കാൻ ബാക്കിയുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി വരാനായിട്ടില്ലല്ലേ, ഞാൻ എന്ത് ചെയ്യുക അവസാനം വരെ പറയാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ യൂറോപ്പ് ഓൺ ദി വേൾഡ് മാപ്പ് അഥവാ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഇനി രണ്ടാമതായിട്ട് ചോദിക്കാൻ ചാൻസ് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ വിവിധ തരം കൃഷി രീതികൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ഫാമിംഗ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ വിവിധ തരം കൃഷി രീതികൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ 3 ടൈപ്പ് ഫാമിംഗ് അഥവാ 3 തരത്തിലെ കൃഷി രീതികളാണ് യൂറോപ്പിലുള്ളത്. ഒന്ന് ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി, രണ്ടാമത്തത് എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി, മൂന്നാമത്തെ എന്താണ് മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി. അപ്പോൾ ഈ 3 തരം കൃഷി രീതികൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. എന്താണ് ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് ഇൻക്രീസ് പ്രൊട്ടക്ഷൻ യൂസിങ് അഡ്വാൻസ് ടെക്നോളജി. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഉൽപ്പാദന രീതി. അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഹൈലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ, ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന, ആളുകൾ അടിപൊളിയായി താമസിക്കുന്ന ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവുക, തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, അവിടെ നടത്തുന്ന കൈൻഡ് ഓഫ് കൾട്ടിവേഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി. അതായത് ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി എന്ന് പറഞ്ഞാൽ എന്താ, ഹൈലി പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി. അതായത് യൂസിങ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കൃഷി രീതിയാണ്. ഇനി എന്താണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എ മെക്കനൈസ്ഡ് ഗ്രെയിൻ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ് ഓർ വെരി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്. അതായത് വലിയ പ്രദേശങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കാത്ത വലിയ വലിയ ഏക്കേഴ്സ് ഓഫ് ലാൻഡിലെ 1000 acres 2000 acres അങ്ങനെ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിൽ മോഡേൺ മെക്കനൈസേഷൻ, അതായത് ആധുനിക ഈ രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി. എന്താ വിളിക്കുക, എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് എ മെക്കനൈസ്ഡ് ഗ്രെയിൻ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ് ഓവർ വെരി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്. അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വലിയ വലിയ ഏരിയാസിൽ വലിയ ലാൻഡ് ഏരിയ മോഡേൺ മെക്കാനിക്സ് അല്ലെങ്കിൽ വലിയ വലിയ ഏക്കേഴ്സ് 1000 2000 ഏക്കറുള്ള സ്ഥലങ്ങളിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന കൾട്ടിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ്. ഇനി മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി പറഞ്ഞാൽ എന്താ, എ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ റൈസിംഗ് ലൈഫ് സ്റ്റോക്ക് എലോങ് വിത്ത് ദ ക്രോപ്സ്. അല്ലെ, കൃഷിയോടൊപ്പം മൃഗപരിപാലനം, കൃഷിയും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, മൃഗപരിപാലനം ചെയ്യുക. അപ്പൊ കൃഷിയും മൃഗപരിപാലനവും കൂടി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി. അതിൽ ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി, ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി എവിടെ ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി. ഇനി എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി എവിടെയാണ് ചെയ്യുന്നത്, സ്റ്റെപ്പീസ് ഓഫ് നോർത്തേൺ യൂറോപ്പ്. അല്ലെ, യൂറോപ്പിലെ സ്റ്റെപ്പുകളിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി. ഇനി അതേപോലെ മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി ചെയ്യുന്ന എവിടെയാണ് സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്, മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് എന്ത് ചെയ്യുന്നത് മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി ചെയ്യുന്നത്. സോ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ ചെയ്യുന്ന എന്താണ്, അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് എന്താണ് ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷിയിൽ ചെയ്യുന്ന എന്തൊക്കെയാണ്, ഓറഞ്ച് ഉണ്ട്, ഒലീവ് ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇനി എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷിയിലോ വീറ്റ് അഥവാ ഗോതമ്പുണ്ട്, സെറൽസ് അഥവാ ധാന്യങ്ങളുണ്ട്, ബാർലി ഉണ്ട്, കോണ്, ഓട്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി ചെയ്യുന്നു. ഇനി മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷിയിൽ എന്താ, സെറൽസ് ആൻഡ് വെജിറ്റബിൾസ്. അല്ലെ, എന്താടാ, ധാന്യങ്ങളും പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഫാമിംഗ്, ഈ 3 തരത്തിലെ കൃഷി രീതിയും അവിടെ ഏതൊക്കെ ഏരിയയിലാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ്, ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യാന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതിന് കൂടെ തന്നെ ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം നോക്കി വെച്ചോ. നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് എസ്പെഷ്യലി നോർത്ത് സീ വടക്കൻ കടല്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് ഓഷൻ ആർട്ടിക് സമുദ്രം, ഈ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുക,
പറ്റുക? ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം കാണാൻ പറ്റുക. ഏതൊക്കെ മീനുകളാണ്? കോഡ്, അതേപോലെ സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് അഥവാ സീ ട്രൗട്ട് പോലുള്ള മത്സ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം നടത്തുന്നത് കേട്ടോ. ഇത് നോക്കി വെച്ചോ. അപ്പോൾ കൾട്ടിവേഷൻ മത്സ്യബന്ധനം നോക്കി വെച്ചോട്ടോ. അത് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന്, യൂറോപ്പിലെ മെയിൻ സിറ്റീസും അത് ഏത് റിവറിന്റെ സൈഡിലാണ്, ഏത് നദിയുടെ തീരത്താണ് അല്ലേ? അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും അത് ഏത് റിവർ സൈഡ്, ഏത് നദിയുടെ തീരത്താണ് എന്നും ഏത് കൺട്രിയുടെ ക്യാപിറ്റൽ, ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്നും എക്സാമിന് ചോദിച്ചേക്കാം. പാരീസ് ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. പാരീസ് ഏത് റിവറിന്റെ സൈഡിലാണ്? സെയിൻ റിവർ അഥവാ സെയിൻ നദിയുടെ തീരത്താണ്. ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് ഇത് പാരീസ്. പഠിച്ചു വെച്ചോ. പാരീസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് ഇത് പാരീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ റിവർ സെയിൻ അല്ലെ? റിവർ സെയിൻ അഥവാ സെയിൻ നദിയുടെ തീരത്താണ് എന്തുള്ളത്? പാരീസ് ഉള്ളത്. മനസ്സിലാക്കി വെക്കണം, എക്സാമിന് ചോദിച്ചേക്കാം. അടുത്ത ഏതാടാ? ലണ്ടൻ ആണ്. ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഏതാ? റിവർ തേംസ്, തേംസ് നദിയുടെ തീരത്താണ് ആരുള്ളത്? ലണ്ടൻ ഉള്ളത്. ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടൻ ഓർ ഇംഗ്ലണ്ട്, ബ്രിട്ടന്റെയും ഇംഗ്ലണ്ടിന്റെയും തലസ്ഥാനമാണ് ഇത് ലണ്ടൻ എന്ന് പറയുന്നത്. പാരീസ് പഠിച്ചു വെക്കണേ. റിവർ സെയിൻ, സെയിൻ നദിയുടെ തീരത്താണ് ആരുള്ളത്? പാരീസ് ഉള്ളത്. ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. അതേപോലെ ലണ്ടൻ നിങ്ങൾ നോക്കി വെക്കുക. തേംസ് റിവർ അഥവാ തേംസ് നദിയുടെ തീരത്താണ് ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട്. അടുത്ത ഏതാടാ? ബെർലിൻ ആണ്. ബെർലിൻ എന്താടാ? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ ഏറ്റവും വലിയ നഗരമാണ് ബെർലിൻ. സ്പ്രീ റിവർ അല്ലെ? സ്പ്രീ നദിയുടെ തീരത്താണ് ആരുള്ളത്? ബെർലിൻ ഉള്ളത്. പഠിച്ചു വെച്ചോ. ഇറ്റ് ഈസ് ഇൻ ദ റിവർ ബാങ്ക് ഓഫ് സ്പ്രീ, സ്പ്രീ നദിയുടെ തീരത്താണ് ആരുള്ളത്? ബെർലിൻ ഉള്ളത്. അടുത്ത മോസ്കോ ആണ്. ക്യാപിറ്റൽ ഓഫ് റഷ്യ, റഷ്യയുടെ തലസ്ഥാനമാണ് എന്ത്? മോസ്കോ. ഇറ്റ് ഈസ് ഇൻ ദ റിവർ ബാങ്ക് ഓഫ് റിവർ മോസ്കോവ, മോസ്കോവ നദിയുടെ തീരത്താണ് എന്തുള്ളത്? മോസ്കോ നഗരമുള്ളത്. അടുത്ത ശ്രദ്ധിക്കണേ. റോം ക്യാപിറ്റൽ ഓഫ് ഇറ്റലി, ഇറ്റ് ഈസ് ദ റിവർ ബാങ്ക് ഓഫ് റിവർ ടൈബർ, ടൈബർ നദിയുടെ തീരത്താണ് ആരുള്ളത്? പിന്നെ റോം ഉള്ളത്. ക്യാപിറ്റൽ ഓഫ് ഇറ്റലി, ഇറ്റലിയുടെ തലസ്ഥാനമാട്ടോ. അപ്പൊ നോക്കി വെക്കണേ. റോം എന്ന് പറഞ്ഞാൽ ഏത് റിവറിന്റെ സൈഡിലാ? ടൈബർ റിവർ അഥവാ ടൈബർ നദിയുടെ തീരത്താണ്. ക്യാപിറ്റൽ ഓഫ് ഇറ്റലി ആണ് ഇത് റോം, ഇറ്റലിയുടെ തലസ്ഥാനമാണ് ഇത് റോം. മോസ്കോ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് റഷ്യ, റഷ്യയുടെ തലസ്ഥാനമാണ് ഇത് മോസ്കോ. ഇറ്റ് ഈസ് ഇൻ ദ റിവർ ബാങ്ക് ഓഫ് റിവർ മോസ്കോവ, മോസ്കോവ നദിയുടെ തീരത്താണ് എന്തുള്ളത്? മോസ്കോ ഉള്ളത്. അതേപോലെ ബെർലിൻ ആണ് ക്യാപിറ്റൽ ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ റിവർ സ്പ്രീ, സ്പ്രീ നദിയുടെ തീരത്താണ് എന്തുള്ളത്? ഈ ഒരു ബെർലിൻ ഉള്ളത്. അടുത്ത ലണ്ടൻ ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് റിവർ ബാങ്ക് തേംസ് അല്ലെ? തേംസ് നദിയുടെ തീരത്താണ് എന്തുള്ളത്? ലണ്ടൻ ഉള്ളത്. ക്യാപിറ്റൽ ആൻഡ് ലാർജസ്റ്റ് സിറ്റി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് UK അല്ലെ? അടുത്ത ഏതാടാ? പാരീസ് ആണ്. ഇറ്റ് ഈസ് ദ പിന്നെ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ റിവർ സെയിൻ, സെയിൻ നദിയുടെ തീരത്താണ് ആരുള്ളത്? പാരീസ് ഉള്ളത്. മനസ്സിലാക്കി വെച്ചോട്ടോ. എക്സാമിന് എന്ത് ചെയ്തേക്കാൻ ചോദിച്ചേക്കാം. ഇതിന്റെ കൂടെ ഫിൻലാൻഡിന്റെ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോ നോക്കി വെച്ചോ. അപ്പോൾ ഇത് സെറ്റ് 2 ക്വസ്റ്റൻസ് ആണ്. ഇതേപോലെ വേറൊരു സെറ്റ് നമ്മൾ ഓൾറെഡി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ റിവേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ പിന്നെ നേരത്തെ പഠിച്ച ടൈപ്സ് ഓഫ് ഫാമിംഗ് ഉണ്ട്. ഇതിന്റെ കൂടെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂറോപ്പിന്റെ ടോപ്പോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്, ഭൂപ്രകൃതിയും കാലാവസ്ഥയും കൂടി നിങ്ങൾ നോക്കി വെച്ചിട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.